ക്യാൻസർ രോഗത്തിന് ഒറ്റമൂലി കണ്ടുപിടിച്ച കാന്താരി പ്ലസ് എന്ന കമ്പനിയുടെ ഹെഡ് ഓഫീസാണ് ഈ കാണുന്നത്. ഇവിടുത്തെ എം ഡിക്ക് പ്രേക്ഷകരോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങളതൊന്ന് ശ്രദ്ധിക്കൂ. ഇത് നമ്മുടെ കാന്താരി പ്ലസ് എന്ന കമ്പനിയുടെ എം ഡിയാണ്. അദ്ദേഹത്തിന് ചില പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുഖ്യമന്ത്രിയെ കാണാതിരിക്കുകയാണ്. അപ്പം ആ പ്രശ്നങ്ങൾ എന്താണെന്ന് നിങ്ങൾ പ്രേക്ഷകരോട് അദ്ദേഹം ഒന്ന് പങ്കുവയ്ക്കുകയാണ്. അപ്പം സാർ, എന്താണ് സാറിൻ്റെ പ്രശ്നങ്ങളൊക്കെ എന്താണ് ഒന്ന് പറയൂ. നമസ്കാരം. ഞാൻ കാന്താരി സോമൻ എന്നാണ് അറിയപ്പെടുന്നത്. ഹാർട്ട് ബ്ലോക്കിന് ലോകത്താദ്യമായിട്ട് ഒരു മരുന്ന് കണ്ടുപിടിച്ച ആളാണ് ഞാൻ. ഹാർട്ട് ബ്ലോക്കിനും ക്യാൻസറിനും ഷുഗറിന്, ഇതിന് 3 മെഡിസിൻ ഞാൻ കണ്ടുപിടിച്ച ലോകത്തിനെ സംബന്ധിച്ച്. ഇത് 10 വർഷം കൊണ്ട് ഇത് വിപണിയിലുണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ട്, എന്നാലും ഇപ്പോൾ ഓൺലൈനിലും മെഡിക്കൽ സ്റ്റോറുകളില്ല. അത് മെഡിക്കൽ സ്റ്റോറിൽ നമ്മളത് നിർത്തിയത് ചില പ്രശ്നങ്ങൾ ആയിട്ടാണ് അത് നിർത്തിയിരിക്കുന്നത്. അത് ഇനി റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ അപേക്ഷ കൊടുക്കാൻ പോവുക. സാറിനെ കാണാൻ വേണ്ടി, സാറിൻ്റെ ഒരു ഡേറ്റിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അതൊന്ന് ഞങ്ങൾക്ക് അനുവദിച്ചു തരണം. അതാണ് അപ്പോൾ എൻ്റെ പ്രശ്നം. ഞാൻ മെഡിസിൻ കണ്ടുപിടിച്ച ലോകത്ത് ആദ്യമായിട്ട് ക്യാൻസറിനും അറ്റാക്കിനും മരുന്ന് കണ്ടുപിടിച്ച ആളാണ് ഞാൻ. അത് വേൾഡ് അംഗീകാരം കിട്ടിയ പ്രൊഡക്റ്റാണ്. അതായത് പേറ്റന്റ് ട്രേഡ് മാർക്കും ഉള്ള ഇന്ത്യയിലെ ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റാണിത്. ഇപ്പോൾ എനിക്ക് വേൾഡ് രാജ്യങ്ങളിൽ നിന്നല്ല, ഇസ്രായേലിൽ നിന്നും പിന്നെ UK-യിലും പല സ്ഥലത്തു നിന്ന് എനിക്ക് ഓർഡറുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞങ്ങൾ പോവുകയാണ്. അതിന് മുമ്പേ നമ്മുടെ നാട്ടിൽ എത്രയോ രോഗികൾ കഷ്ടം അനുഭവിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ രോഗികളുള്ളത് നമ്മളെ കേരളത്തിലാണ്. അതായത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ. അത് രോഗങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് ഒരു മെഡിസിൻ ആകുന്നത് ഹോസ്പിറ്റലിൽ പോയാൽ. ഞങ്ങളുടെ മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഇത് മെഡിസിൻ ഫുഡാണ്. അതായത് കാന്താരി പ്ലസ് എന്ന ഫുഡ് സപ്ലിമെന്റ് ന്യൂട്രോസ്യൂട്ടിക്കലാണത്. അത് നമ്മൾ വീട്ടിൽ ഇരുന്ന് മാത്രം ചികിത്സിക്കുന്നതിന്, ഹോസ്പിറ്റലിൽ കിടക്കണ്ട, അതുപോലെ മാസം തോറും ഹോസ്പിറ്റലിൽ പോകണ്ട, അത് അങ്ങനെയുള്ളതല്ല നമ്മുടെ മരുന്ന്. അതായത് നമ്മുടെ വീട്ടിൽ ഇരുന്ന് ചികിത്സിച്ച് ആ രോഗം സുഖപ്പെടുത്തുന്നതാണ് കാന്താരി പ്ലസും ക്യാൻകെല്ലാറും. കാന്താരി പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മുടെ ഹാർട്ട് ബ്ലോക്ക്, കൊളസ്ട്രോള്, ഷുഗർ, തൈറോയ്ഡ്, കിഡ്നി ഇൻഫെക്ഷൻ, മറവി രോഗം, മെന്റൽ ഷോക്ക്, മൂലക്കുരു, അതിൻ്റെ ബ്ലഡിൻ്റെ പ്യൂരിഫിക്കേഷൻ. നമ്മളെ രോഗം കംപ്ലീറ്റ് കിടക്കുന്ന ബ്ലഡിലാണ്. ആ ബ്ലഡ് പ്യൂരിഫൈ ചെയ്താലേ നമ്മുടെ രോഗം മാറുള്ളൂ. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ ക്യാൻസറിൻ്റെ മരുന്ന് കണ്ടുപിടിക്കുന്നത്. അത് മെഡിക്കൽ ലെവലിൽ തെളിയിച്ചതാണ്. ആനിമൽ സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുകയാണ് അത്. അപ്പോൾ ഇങ്ങനെയുള്ള 2 മെഡിസിൻ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നുണ്ട്. അത് ഇപ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ നേരത്തെ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഞങ്ങൾ 5 വർഷം എല്ലാ മെഡിക്കൽ സ്റ്റോറും, നീതി സ്റ്റോർ, സപ്ലൈകോ, എല്ലാ പോലീസ് ക്യാൻറ്റീനിൽ വരെ എൻ്റെ പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കഴിഞ്ഞ 5 വർഷം കൊണ്ട് എൻ്റെ പ്രൊഡക്റ്റ് അതായത് അവരെ എടുക്കാൻ സമ്മതിക്കുന്നില്ല. അവർക്ക് തടസ്സങ്ങളാണ് അവിടെ. സപ്ലൈകോയില, നീതി സ്റ്റോറിലോ പോയി നമ്മുടെ പ്രോഡക്റ്റ് വയ്ക്കാൻ അവർ അനുവദിക്കത്തില്ല. എന്താണ് കാര്യം എന്ന് അറിയത്തില്ല. അങ്ങനെ കുറേ തടസ്സമുണ്ട്. അപ്പോൾ എനിക്ക് മാർക്കറ്റ് ഭയങ്കര വീക്കായി. പിന്നെ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രോഡക്റ്റ് നമ്മളെ മെഡിക്കൽ സ്റ്റോറിൽ കൊടുക്കുമ്പോൾ തന്നെ ഭയങ്കര ചാർജാണ്. അവർക്ക് കമ്മീഷൻ, സൂപ്പർ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് 50% അങ്ങനെ കമ്മീഷൻ വാങ്ങുന്നത്. 50% കമ്മീഷൻ വാങ്ങിച്ചു. പിന്നെ 30% പരസ്യം, പിന്നെ അതുപോലെ തന്നെ 18% സർക്കാരിന് ടാക്സ് കൊടുക്കണം. അപ്പൊ നമുക്കൊന്നും കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് മാറാൻ കാരണം. ഓൺലൈനിലാക്കുമ്പോൾ ഞങ്ങൾ അതിന് കുറച്ച് മരുന്നിന് വില കുറച്ച് കൊടുക്കും. അതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഞങ്ങൾ സർക്കാരിൻ്റെ ലെവലിൽ തന്നെ ഈ മരുന്ന് സർക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അന്ന് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞാണ് നമ്മളിതെല്ലാം പോയി അവിടെ ഏറ്റെടുക്കാനുള്ള സംവിധാനത്തിലായിട്ട് 6 മാസം എന്നെ സെക്രട്ടേറിയറ്റിൽ കയറ്റി ഇറക്കി നടത്തി. അതിനുശേഷം ഞാൻ പോയിട്ട് എന്നോട് പറഞ്ഞ് ഇത് എൻ്റെ വകുപ്പല്ല ചേട്ടാ എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു വിടുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് വലിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അതായത് സർക്കാർ ഏറ്റെടുത്ത എത്രയും പാവപ്പെട്ടവർക്ക് ഇതുകൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കും. ഇപ്പോഴീ നമ്മുടെ പുതിയ ഗവൺമെന്റിനെ കുറിച്ച് എന്താണ്? നല്ല അഭിപ്രായമാണ്. പുതിയ ഗവൺമെന്റ് ഇതുപോലുള്ള നല്ല കാര്യങ്ങൾക്ക് നല്ല അഭിപ്രായം. ഇപ്പൊ തന്നെ തമിഴ്നാട്ടിൽ വിജയ് എന്ന് പറയുന്ന സർക്കാർ വന്നതിന് ശേഷം എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവർ ചെയ്യുന്നു. അതുപോലെ നമ്മളെ ഗവൺമെന്റ് സഹകരിച്ചു കഴിഞ്ഞാൽ നമ്മളുമായിട്ട് എത്രയും നല്ലൊരു പ്രൊഡക്റ്റ്. സാറിന്റെ ഈ പ്രൊഡക്റ്റുമായിട്ട് എങ്ങനെയാണ് ഈ പുതിയ സർക്കാരിന്റെ സമീപനം എങ്ങനെയാണ്? അതിപ്പോ നമ്മളെ അറിയാൻ പറ്റത്തില്ല. നമ്മൾ കഴിഞ്ഞ വർഷം കൊടുത്തോണ്ടിരുന്നതല്ലേ. ഇപ്പൊ ഇവരോട് സഹകരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് ഓർഡർ തരാൻ നമ്മൾ എല്ലാവർക്കും കൊടുക്കത്തക്ക രൂപത്തില് ഇത്രയും ഹോസ്പിറ്റലിലെ രോഗികളെ കിടത്തണ്ട. ക്യാൻസർ വന്ന പേഷ്യന്റ് രോഗികളെ അവിടെ ഹോസ്പിറ്റലിൽ കിടത്തണ്ട. നമ്മുടെ മരുന്ന് കഴിച്ച് വീട്ടിൽ ഇരുന്ന് അവൾക്ക് ചികിത്സിക്കാൻ പറ്റുന്നതാണ്. പിന്നെ വേറൊരു
ഇതായ കുഴപ്പങ്ങളും ഇല്ലാത്തൊരു മരുന്നാണ്. എല്ലാ ടെസ്റ്റുകൾ കഴിഞ്ഞ മരുന്നാണ്. അപ്പോൾ അത് ലോകത്തിന് അതിലുള്ള ടെസ്റ്റ് റിപ്പോർട്ടിൽ ഇത് ഈ കാന്താരി പ്ലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ക്യാൻസറിന്റെ ഒരു ഒറ്റമൂലി മരുന്നാണല്ലേ? അതെ അതെ അതെ. ഓക്കെ. അത് ഈ രണ്ട് മരുന്ന് ഒരുമിച്ച് കഴിക്കുന്നതാണ് ഓഹോ. ക്യാൻസർ മരുന്നൊന്ന് കാണിക്കുമോ? മരുന്ന് ഇത് കാന്താരി പ്ലസ് എന്നാണ്. ഇതാണ് കാന്താരി പ്ലസ്. കാന്താരി പ്ലസ്. ഇതില് 180 ക്യാപ്സൂളുണ്ട്. അതായത് ക്യാപ്സൂളാണത്. പിന്നെ അതുപോലെ തന്നെ ഇത് ക്യാൻസറിന്റെ മരുന്ന്. ഇത് ക്യാപ്സൂളാണത്. മനസ്സിലായില്ലേ? അപ്പൊ ഇത് ഈ കാന്താരി പ്ലസും ഈ ഗുളികയും കൂടെ ഒരുമിച്ചാണ് നമ്മൾ ക്യാൻസറിന്റെ ആള് ഇത് രണ്ടും ഒരുമിച്ച് കഴിക്കണം. കാന്താരി പ്ലസും കഴിക്കണം, ക്യാൻ കില്ലറും കഴിക്കണം. അത് കാന്താരി പ്ലസ് എന്ന് പറഞ്ഞാൽ ബ്ലഡിന് ശുദ്ധീകരിക്കാനും, മറ്റേ ഇത് എന്ന് പറഞ്ഞാൽ നമ്മള് ബ്ലഡിന്റെ അണുക്കളെ കൊല്ലുന്നു. ഇത് രണ്ടും 6 മാസം കഴിച്ചാൽ അവന് പിന്നെ പരിപൂർണ്ണ സുഖമാണ്. പിന്നെ ഒരു ഡോക്ടറെ അടുത്തോ മറ്റേ ഒരു കാര്യത്തിന് പോകേണ്ടതായിട്ട് വരുന്നില്ല. അപ്പൊ ഇത് കഴിച്ച് എത്രയോ പേര് കഴിച്ച് രക്ഷപ്പെട്ടു. അപ്പൊ ഇതെല്ലാം ടെസ്റ്റ് നടത്തിയത് അതായത് ഇത് ഈ മരുന്ന് ഇത്രയും പോപ്പുലർ സ്ഥിതിക്ക് സാറിന് ശത്രുക്കളുണ്ടോ? കമ്പനിയെ തകർക്കാൻ വേണ്ടി എന്തെങ്കിലും പ്ലാനിങ്ങോ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ എന്റെ ശത്രുതയാണിത്. അതുപോലെ ഇതിന്റെ ഉദ്ഘാടനം ചെയ്തത് വേൾഡ് എക്സിബിഷൻ തിരുവനന്തപുരത്ത് വെച്ചിട്ട് നമ്മുടെ ഗോകുലം ഗോപാല സാറാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ അവരെ ഉദ്ഘാടനം ചെയ്താലും പക്ഷേ മരുന്ന് ലോബികൾ ഇതിന്റെ അടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളെ ഇറക്കാൻ സമ്മതിക്കത്തില്ല. മരുന്ന് ലോബികൾ വേറൊരു ശ്രീകുമാർ ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് എറണാകുളത്തൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. അതിന്റെ മരുന്നെല്ലാം വാങ്ങിച്ച ടെസ്റ്റ് കഴിച്ചിട്ട് അവർ മാർക്കറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവർ നമ്മൾ അടുപ്പിച്ചില്ല. അങ്ങോട്ട് ഓരോ ഡോക്ടർമാരുടെ അടുത്ത് പോകുമ്പോഴും അടുപ്പിക്കില്ല. അതുപോലെ നമ്മുടെ ഇത് ടെസ്റ്റ് നടത്തിയത് ഇവരായിരുന്നു. ലക്ഷർ ഹോസ്പിറ്റലിലെ ഡോക്ടർ എന്താ പേര് ലക്ഷർ ഹോസ്പിറ്റലിലെ സാറാണ്. അപ്പൊ ആ സാറും ഇതിന്റെ ടെസ്റ്റ് നടത്തി, ആ സാറാണ് ടെസ്റ്റ് നടത്തി തന്നത്. അത് നടത്തി ഇവിടെ വന്ന് തിരിച്ച് സാറിനെ കാണാൻ അപ്പോൾ ഈ രോഗം മാറിയിട്ട് ടെസ്റ്റ് നടത്തിയിട്ട് ആ റിപ്പോർട്ട് എനിക്ക് തന്നു. ആ റിപ്പോർട്ട് ഞാൻ കൊണ്ടുവന്നിട്ട് അപ്പൊ എന്നോട് ചോദിച്ചു, സോമൻ എന്തൊക്കെയാണ് ഇതിനകത്ത് കൂട്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ അത് പറയാനൊക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞതിന്റെ പേരില് പിന്നെ എന്നെ ഞാൻ പ്രൊഡക്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ അവരുടെ അടുത്ത് പോയിട്ട് എന്നെ കയറാൻ സമ്മതിച്ചില്ല. ആ ഒരു രൂപത്തിൽ എന്നെ മാറ്റിക്കളഞ്ഞു. മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നെ സമ്മതിച്ചിട്ടില്ല. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ തകർത്തത് മരുന്ന് ലോബികൾ ഒറ്റക്കെട്ടായിട്ട് തന്നുകൊണ്ടാണ് ഈ മരുന്ന് ഇറക്കാൻ സമ്മതിക്കാത്തത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് കടകളിലൊന്നും നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നിൽക്കുക. അപ്പൊ ഇതില് ഈ ക്യാൻസറിന് ഫലവത്തായ ഒരു മരുന്ന് കണ്ടുപിടിച്ചപ്പോൾ മരുന്ന് കമ്പനികൾക്ക് അവർക്ക് ക്ഷീണം സംഭവിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം അതെ നിങ്ങൾക്ക് അന്തർധാരയിലുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കി തന്നത്. അതെ, അപ്പൊ ഇതിന്റെ ഇങ്ങനെ വന്നതുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ, അപ്പൊ എനിക്ക് സെയിൽ കൂട്ടാണ് നമ്മളെ ഗവൺമെന്റ് നമ്മളെ സ്വീകരിക്കുകയും നമുക്കൊരു സപ്പോർട്ട് ചെന്നാൽ എത്രയും പാവപ്പെട്ടവരുകൊണ്ട് രക്ഷപ്പെടുകയും സാമ്പത്തികമായി തകർന്നു കിടക്കുന്നവർക്ക് നമുക്ക് ഈ ഫ്രീ ആയിട്ട് മരുന്ന് കൊടുക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നന്മ ചെയ്യാൻ പറ്റും. വളരെ രൂപത്തിൽ എന്നെ സഹായിക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രിയും എന്നെ സഹായിക്കണം. എന്നെ നേരിട്ട് കണ്ട് എൻ്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ, എൻ്റെ ടെസ്റ്റ് റിപ്പോർട്ടുകൾ അദ്ദേഹത്തെ കാണിക്കാനും എൻ്റെ ടെസ്റ്റ് നോക്കാനും എനിക്കൊരു അവസരം ഒരുക്കി തരുന്നതിന് ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഞാൻ അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ എനിക്കൊരു മെഡിക്കൽ കോളേജ്, ആയുർവേദ മെഡിക്കൽ കോളേജ് അനുവദിച്ചിട്ടുണ്ട്. ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റ് എൻ്റെ ഈ പ്രൊഡക്റ്റുകളെല്ലാം വെച്ചിട്ട് ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് 2017 ഞാൻ അപേക്ഷ കൊടുത്തു. അത് കഴിഞ്ഞ് 20 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ആയുഷിൽ നിന്ന് എനിക്ക് കത്ത് വന്നു, ഇന്നതുപോലെ നിങ്ങൾക്കിത് ചെയ്യാനുള്ള അനുവാദം തന്നിരിക്കുന്നു, അതിൻ്റെ ഇത് ചെയ്യാനായിട്ട്. പക്ഷെ ഞാൻ പലരുടെ വാതിലുകളിൽ ഞാൻ മുട്ടി, പലവരെയും സമീപിച്ചു. പക്ഷെ അവർക്കെല്ലാം എൻ്റെ പാറ്റൻറ്റും ട്രേഡ് മാർക്കും വേണം. പക്ഷെ അവരിത് എടുക്കാൻ തയ്യാറല്ല. അങ്ങനെ വന്നു. അങ്ങനെ ഞാൻ അവരിൽ നിന്നും പിന്മാറി. അതായത് ദൈവത്തെ ഓർത്ത് നമ്മുടെ മിനിസ്റ്റർ, 2 മിനിസ്റ്റർമാർ, അതായത് ഫുഡ് മിനിസ്റ്ററും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയും നമ്മുടെ മുഖ്യമന്ത്രിയും ചേർന്ന് ഞങ്ങളെ സഹായിച്ച് എത്രയോ ജീവിതങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് ചെലവ് കുറഞ്ഞ രൂപത്തിലും അവർ പോകാതിരിക്കാനും കഷ്ടത അനുഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ മരുന്ന് ലോകത്തിന് ഇറക്കാനായിട്ട് എനിക്കൊരു അനുവാദം തരണം. അതായത് എനിക്ക്
ഞാനിത് കണ്ടുപിടിച്ചെല്ലാം കഴിഞ്ഞിട്ട് എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ നിവർത്തിയില്ലാതെ ഞാൻ ബുദ്ധിമുട്ട്. സാമ്പത്തികം 1 രൂപ പോലും സാമ്പത്തികം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടിയിട്ടില്ല. എനിക്ക് അവാർഡ് ഉണ്ടായിരുന്നു, അതെനിക്ക് തന്നിട്ടില്ല. സാറിന് ഇടയ്ക്ക് സാറ് പറഞ്ഞല്ലോ 3 കോടി രൂപ ഗവൺമെന്റ് കിട്ടാനുണ്ട്, അല്ല, കേന്ദ്ര 5 ഗവൺമെന്റ് കോടി രൂപയുടെ 5 കോടി രൂപയാണല്ലേ? 5 കോടി രൂപയുടെ പ്രോജക്റ്റ് സമർപ്പിക്കാൻ പറഞ്ഞു. പിന്നെ മീറ്റിംഗ് നടത്തി ലുലു മാളിൽ വെച്ചിട്ട്. രാജീവ് മിനിസ്റ്ററായിരുന്നു കഴിഞ്ഞ വർഷത്തെ. അത് മീറ്റിംഗ് നടത്തിയൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് അവർ പൈസ തന്നിട്ടില്ല. അപ്പം ഞാനത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരെല്ലാം എന്നെ അതായത് നിരുത്സാഹപ്പെടുത്തി വിടുകയാണ്. 1 രൂപ പോലും ഇത്രയും മരുന്ന് വലിയ 2 പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് എനിക്ക് 1 രൂപ പോലും നമ്മുടെ സർക്കാരിൽ നിന്നും എനിക്ക് ഇത് തന്നിട്ടില്ല. കഴിഞ്ഞ സർക്കാർ ഒരു അനുവാദം തന്നിട്ടില്ല. അവിടെ ചെല്ലുമ്പോൾ കളിയാക്കി വിടുകയും ചെയ്യുന്നത്, ഇറക്കി വിടുകയും ചെയ്യുന്നത്. അതായത് സർക്കാർ ആശുപത്രിയിൽ ഞങ്ങളെ തിലോത്തമ മിനിസ്റ്റർ ഇരുന്ന സമയത്ത് അവിടെ നിന്ന് ഇറക്കി വിടുകയും ചെയ്തത്. അതായത് നമ്മുടെ നാട്ടിൽ പുതിയ പ്രോജക്റ്റുമായിട്ട് വരുന്നവരെ ആരും സർക്കാർ വാഴിക്കത്തില്ല എന്നാണ് എൻ്റെ 100%. ഇത് കഴിഞ്ഞ സർക്കാരിലെ എനിക്ക് ഒരു ആനുകൂല്യങ്ങളും കിട്ടിയില്ല. ഒരു രൂപ പോലും. ഇങ്ങനെ ഒരു മെഡിസിൻ കണ്ടുപിടിച്ചാണ് അവരെ സഹായിക്കാൻ ഒരു മനസ്സും കാണിക്കാത്ത കഴിഞ്ഞ ഗവൺമെന്റ് എനിക്ക് തന്നത്. സാറേ, വേറെ കാര്യം ചോദിച്ചോട്ടെ, സാറ് ഈ വിഗ്രഹ നിർമ്മാണം ചെയ്യുന്ന ഒരാളായിരുന്നു ഇങ്ങനെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതെ. അപ്പൊ ഈ വിഗ്രഹ നിർമ്മാണത്തിലേക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു വിശിഷ്ടമായ ഒരു മരുന്ന് കണ്ടെത്തുവാനും അത് മാർക്കറ്റിൽ എത്തിക്കാനുള്ള ഒരു കഴിവുണ്ടായതെന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും? ഞാനത് വിഗ്രഹ നിർമ്മാണത്തിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ആ ദൈവത്തിന്റെ ഒരു കാരുണ്യാണ്. ഇത്രയും പേർക്ക് ദൈവം ഇങ്ങനെ കൊടുത്തുള്ളൂ. പക്ഷെ എന്നിൽ കൂടെ അത് ചെയ്യാനായിട്ട് ദൈവം എനിക്ക് സ്വപ്ന ദർശനം തന്നതാണ്. അത് ഞാൻ പഴയ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ദൈവത്തിന്റെ കൃപയാലാണ് എനിക്ക് ഈ മെഡിസിൻ കിട്ടിയത്. അത് ഞാൻ സമർപ്പിച്ചത്. ഇതൊക്കെ ചെയ്തിട്ട് എനിക്കൊരു പുരോഗതി എനിക്ക് കിട്ടാത്തത് ഇവിടുത്തെ ഗവൺമെൻറ്റും മറ്റുള്ള സഹായം എനിക്ക് ആരിൽ നിന്നും കിട്ടിയില്ല. അപ്പോൾ അതെനിക്ക് ഒരു സഹായം ചെയ്തു തന്ന് എൻ്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനായിട്ട് ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രി എനിക്ക് കാണാനൊരു അവസരം ഒരുക്കി തരണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിമാരോട് ഞാൻ അപേക്ഷിക്കുന്നു. ഓക്കെ സാറേ, ഓക്കെ, താങ്ക് യു.